രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും ആഗ്രഹിച്ച ആഗ്രഹസിദ്ധിയും വന്നു ചേരുന്നതിന് രോഹിണി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് രാഹുർദശാകാലം, ശനിദശാകാലം, കേതുർദശാകാലമൊക്കെ പൊതുവെ ദോഷപ്രദമായിരിക്കും. അശുഭ കാലഘട്ടം തന്നെയാണ് ഈ 3 ദശാകാലങ്ങളും. രാഹു 18 വർഷം, ശനി 19 വർഷം, കേതു 7 വർഷം. ഈ 3 ദശാകാലത്തിൽ ആരെങ്കിലും ഈ ദശാകാലത്തിൽ പെടുന്നവരുണ്ടെങ്കിൽ ഇത് അശുഭകാലമാണ്. അതുകൊണ്ട് തന്നെ വിധിപ്രകാരം നിങ്ങൾ പരിഹാരങ്ങളും പൂജകളും യന്ത്രവിധികളും ഒക്കെ ചെയ്യാം. യന്ത്രധാരണമൊക്കെ നിർബന്ധമായിട്ട് ചെയ്യാം. അതുകൂടാതെ ചന്ദ്രന് പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളും ചന്ദ്രന് പ്രീതികരമായിട്ടുള്ള ദിവസം തിങ്കളാഴ്ചയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസം പൗർണമിയും കൂടിയാണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾ വ്രതമനുഷ്ഠിക്കുക. തിങ്കളാഴ്ച ദിവസം രോഹിണി നക്ഷത്രമാണെങ്കിൽ അന്ന് പൗർണമിയും കൂടിയാണെങ്കിൽ, പൗർണമി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അന്നേ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ വ്രതമെടുത്ത് ഉപാസിക്കുക. അന്നേ ദിവസം വളരെ വിശേഷപ്രദമാണ് ഭദ്രകാളി ഭജനം. ഈ പറയുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഭദ്രകാളിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ക്ഷേത്ര ദർശനം നടത്താം. ചന്ദ്രന് പക്ഷബലമില്ലാത്ത രോഹിണി നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ ചന്ദ്രന് ബലമുണ്ടാവാനായിട്ട് നിങ്ങൾ ദുർഗാദേവിയെ ഭജിക്കുന്നതും ഉത്തമമായിരിക്കും.